Now we will see the third module. Third module first chapter 9 second chapter 10 ആണ്. 9th an introduction to kernel synchronization. Kernel synchronization like എത്തുന്നതിന് മുമ്പ് first we will see what is a critical region and a race condition. Critical region means where we are sharing the data. Shared data, code, path that access and manipulate the shared data are called critical region. The problem with the critical region is it is usually unsafe for the multiple threads of execution to access the same resource simultaneously. എന്താ സംഭവിക്കുന്നത്? മൾട്ടിപ്പിൾ ത്രെഡ്സ് എക്സിക്യൂഷൻ ഒരേ സ്ഥലത്ത് നടക്കുന്നത് ഓർ മൾട്ടിപ്പിൾ ത്രെഡ്സ് ഓഫ് എക്സിക്യൂഷൻ ഒരേ റിസോഴ്സിന് ആക്സസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് അൺസേഫ്. ഇറ്റ് ഈസ് ആക്ച്വലി എ കൺകറൻറ്റ് ആക്സസ്. ഓക്കെ, കൺകറൻറ്റ് ആക്സസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ കൺകറൻറ്റ് ആക്സസിനെ നമുക്ക് തടയാൻ വേണ്ടി ഡ്യൂറിങ് ദ ക്രിട്ടിക്കൽ റീജിയനിൽ ഈ കൺകറൻറ്റ് ആക്സസിനെ തടയാൻ വേണ്ടി നമ്മൾ എന്ത് എൻഷ്യൂർ ചെയ്യണം? ദ കോഡ് ഈസ് എക്സിക്യൂട്ടിംഗ് അറ്റോമിക്കലി. എന്ന് വെച്ചാൽ വൺ ഓപ്പറേഷൻ ഇഫ് ഇറ്റ് ഈസ് റണ്ണിങ് ഇറ്റ് ഷുഡ് റൺ വിത്തൗട്ട് എനി ഇൻ്ററപ്ഷൻ. അതിനെയാണ് നമ്മൾ അറ്റോമിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ യു മേക്ക് ഷുവർ ദാറ്റ് ദ റിസോഴ്സസ് ആർ ഷെയർഡ്, but when a process is executing or utilizing that resource, it is used one at a time or atomically. ആ റിസോഴ്സിനെ ഒരു ത്രെഡ് യൂസ് കഴിയുന്നത് വരെ വേറെ ആരും ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. ഓക്കെ, നൗ വിൽ സീ എ റേസ് കണ്ടീഷൻ. It is so named because the thread are raised to get there first. എന്ന് പറഞ്ഞാൽ when this does occur we call it a race condition. Two threads of execution simultaneously executing in the critical region is called a race condition. Two threads executing in the critical region at the same time is called a race condition. Now we'll see what is a synchronization. Ensuring that unsafe concurrency is prevented and that race conditions do not occur is called synchronization. Unsafe concurrency means simultaneous accessing. Simultaneous accessing which is unsafe should be prevented and the race condition do not occur. റേസ് കണ്ടീഷൻ ഉണ്ടാകാതിരിക്കുകയും അൺസേഫ് ആയിട്ടുള്ള കൺകറൻസീനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് എ ക്രിട്ടിക്കൽ റീജിയൻ ഈസ്, വാട്ട് എ റേസ് കണ്ടീഷൻ ഈസ്, വാട്ട് എ സിങ്ക്രണൈസേഷൻ ഈസ്. നൗ വിൽ സി വൈ ഡു വി നീഡ് പ്രൊട്ടക്ഷൻ. ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. സപ്പോസ് here some codes are there. We will see the race condition, that is at a time one ATM operation is happening. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു അക്കൗണ്ട്, സപ്പോസ് യു ആർ ഹാവിങ് ആൻ അക്കൗണ്ട് ആൻഡ് യുവർ അക്കൗണ്ട് ഈസ് ഹാവിങ് സം മണി ആൻഡ് വി ആർ ഗോയിങ് ടു വിത്ത്ഡ്രോ the money from the account. When we are withdrawing the money from the account, two operations can take place there. One operation is you are retrieving the money, നമ്മൾ മണി എടുക്കുകയാണ്. Second operation is for that money taking some processing fee will be charged by the bank. So there a race condition is occurring because simultaneous access at the account. ഇവിടെ പ്രശ്നം വരുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു 100 രൂപ ഐ നീഡ് ടു ടേക്ക് ഇറ്റ് ഫ്രം ദ അക്കൗണ്ട്.
and the processing fee is 110. Sorry, 10 rupees, not 110, 10 rupees. So total, if I want to retrieve the money from the bank, I should have 110 rupee in that ATM account. But unfortunately, I have only $105 or 105 rupees in my account. So when I go to access the money from the account, first 100 rupees is there. അതായത് ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുമ്പം ഞാൻ എൻ്റെ 100 രൂപ ഉണ്ടോ എന്നറിയാൻ 105 എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നത്. 105 കമ്പയർ ചെയ്യും. 105 കമ്പയർ ചെയ്യുമ്പം 105 ആണ് വലുത്. അപ്പോൾ എനിക്ക് 100 രൂപ എടുക്കാമല്ലോ. അപ്പോൾ ദർ ഈസ് നോ ഇഷ്യൂ. അത് കഴിയുമ്പോൾ 105 എടുക്കാമെന്ന് ഞാൻ ആദ്യമേ തന്നെ എനിക്ക് മനസ്സിലായി. അടുത്ത കമ്പാരിസൺ എന്ന് പറയുന്നത് എനിക്കൊരു 10 rupees പ്രോസസ്സിങ് ഫീ ഉണ്ടല്ലോ. ഈ പ്രോസസ്സിങ് ഫീ 105 കമ്പയർ ചെയ്യും ആദ്യമേ തന്നെ. അപ്പോഴും നോക്കുമ്പോൾ 105 ഈസ് മോർ ദാൻ 10 rupees. അപ്പോൾ എന്താ, എനിക്ക് എത്രയും എമൗണ്ട് കൂടുതലുണ്ട്. അപ്പോൾ രണ്ട് കണ്ടീഷനിലും നോക്കുമ്പോൾ 10-നെക്കാട്ടിയും കൂടുതലാണ് 105, 100-നെക്കാട്ടിയും വലുതാണ് 105. അപ്പോൾ ഞാൻ വിചാരിക്കും ശരി എടുക്കാം, ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ വഴി ഫസ്റ്റ് ദേ വിൽ ഡിഡക്റ്റ് ദി 100 rupees. അപ്പോൾ കുഴപ്പമില്ല, 100 rupees ഡിഡക്റ്റ് ചെയ്തു. സെക്കൻഡ് കേസിൽ 10 rupees റെഡ്യൂസ് ചെയ്യുന്ന സമയത്തും ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ 105 ആണല്ലോ ഉള്ളത് ആദ്യത്തെ കേസ് വെച്ച്. അപ്പോൾ ഞാൻ റെഡ്യൂസ് ചെയ്യുമ്പോൾ 95 rupees ആണ് അവിടെ വരുന്നത്. അപ്പോൾ രണ്ടാമതായിട്ട് ഞാൻ പ്രോസസ്സിങ് ഫീ എടുത്തു കഴിഞ്ഞാൽ ഇൻ ഇഫക്റ്റ് എൻ്റെ കയ്യിൽ 95 രൂപയാണ് കാണിക്കുന്നത്. ബാങ്കിൻ്റെ അക്കൗണ്ടിൻ്റെ അൽഗോരിതത്തിൻ്റെ പ്രശ്നം കാരണം ഇറ്റ് വിൽ ഷോ മീ $95 or 95 rupees ഈസ് അവൈലബിൾ ഇൻ യുവർ അക്കൗണ്ട്. അപ്പോൾ അതൊരു ഫ്രീ മണി ആയിപ്പോയി. കാര്യം ഞാൻ 100 രൂപ ആദ്യം എടുത്തു, അതേസമയം തന്നെ 10 രൂപയും പ്രോസസ്സ് ചെയ്തു. അപ്പോൾ 100 രൂപ എടുത്തപ്പോൾ അത് ഇത് ചെയ്തു. അതിൻ്റെ മുകളിൽ കൂടി ഈ 10 രൂപ എടുക്കാൻ നേരത്ത് അവർ കണ്ടീഷൻ നോക്കിയപ്പോൾ അവിടെ 100 രൂപയായിരുന്നു ഉണ്ടായിരുന്നല്ലോ, 105 രൂപ ഉണ്ടായിരുന്നല്ലോ. അവരത് ആ 105 രൂപ അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് കളയുമ്പോൾ 95 രൂപയുണ്ടെന്ന് കാണിക്കും. അപ്പോൾ ഫൈനലി റൈറ്റ് ചെയ്യുന്നത്, അതായത് രണ്ടാമത്തെ ഓപ്പറേഷനായിട്ട് ഞാൻ 10 രൂപ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ 95 രൂപ കാണിക്കും. അപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപ കാണിക്കും? 95 രൂപ കാണിക്കും. അപ്പോൾ എനിക്ക് ഫ്രീ മണിയായിട്ട് 95 രൂപ കിട്ടും. ദാറ്റ് ഈസ് എ റേസ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് വിൽ സീ വാട്ട് ലോക്കിംഗ് ഈസ്. ലോക്കിംഗ് മീൻസ് a lock provides a mechanism. A lock provides a mechanism. Such a mechanism, it works much like a door. It works like a door. എന്ന് പറഞ്ഞാൽ when a thread enters the room, it locks the door behind it. When the thread is finished manipulating the shared data, it leaves the room and unlocks the door. If another thread reaches the door while it is locked, it must wait for the thread inside to exit the room and unlock the door before it can enter. Thread hold the lock and the lock will protect the data. അതാണ് ലോക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ നമ്മളൊരു ലിങ്ക്ഡ് ലിസ്റ്റിലായിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്നൊരു എക്സാമ്പിൾ പറയുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ലോക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നമ്മളൊരു ലിങ്ക്ഡ് ലിസ്റ്റിലായിട്ടായിരിക്കും നമ്മുടെ റിക്വസ്റ്റിനെ നമ്മൾ സേവ് ചെയ്യുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റിൽ റിക്വസ്റ്റ് വരുമ്പോൾ ഇറ്റ് വിൽ ബി ലിങ്ക്ഡ് ലിസ്റ്റ് ഒരു ക്യൂ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ക്യൂവിൻ്റെ അവസാനം വന്ന് പുതിയ റിക്വസ്റ്റുകൾ അറ്റാച്ച് ചെയ്യും. ക്യൂവിൻ്റെ ഫ്രണ്ടിലുള്ള റിക്വസ്റ്റിനെ ആദ്യം പ്രോസസ്സ് ചെയ്യും. അപ്പോൾ രണ്ടും ഒരേ സമയം നടക്കുകയാണെങ്കിൽ അവിടെ ഒരു റേസ് കണ്ടീഷൻ വരും. അപ്പോൾ സോ വി ക്യാൻ യൂസ് ദ ലോക്ക് ആൻഡ് വെൻ ദ റിക്വസ്റ്റ് ഈസ് ബീങ് ആഡഡ് ടു ദ ബാക്ക് ഓഫ് ദ ക്യൂ, only that operation will take place. And if a request is going to process from the head of the linked list, only that operation will take place at a time. So it can avoid the race condition. Next we will see how you can implement the lock. Busy wait എന്ന് പറഞ്ഞ കണ്ടീഷനും വെയിറ്റ് ചെയ്യുന്ന ടാസ്കിനെ സ്ലീപ്പിലേക്ക് വിടുകയും ചെയ്യുന്ന രണ്ട് ഓപ്ഷനാണ് നമുക്ക്
ലോക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയത്. ബിസി വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ another thread already hold it, the lock is unavailable, because the thread is already holding it. അപ്പോൾ busy wait is that it is always checking the status of the lock over and over, waiting for the lock to become available. കൂടെ നമ്മൾ ചെന്ന് നോക്കിക്കൊണ്ടിരിക്കും ലോക്ക് അവൈലബിൾ ആണോ എന്ന്. ആ ഒരു കേസിനാണ് ബിസി വെയിറ്റ് എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ നമ്മൾ വരുന്ന റിക്വസ്റ്റിനെ നമ്മൾ കുറച്ച് നേരം സ്ലീപ്പ് കണ്ടീഷനിലേക്ക് ഇടുക, സോ ദാറ്റ് ഇറ്റ് വിൽ സ്ലീപ്പ് ഫോർ സം ടൈം ആൻഡ് ആഫ്റ്റർ സം ടൈം ഇറ്റ് വിൽ വേക്ക് അപ്പ് ആൻഡ് ചെക്ക് വെദർ ദ ലോക്ക് ഈസ് അവൈലബിൾ. അടുത്ത ലോക്കിംഗ് എന്ന് പറയുന്നത് ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. ഇറ്റ് വിൽ ടെസ്റ്റ് ദ വാല്യൂ ഓഫ് ആൻ ഇൻറ്റിജർ. ഒരു ഇൻറ്റിജർ വാല്യൂവിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ആൻഡ് 0 or 1 എന്ന് പറഞ്ഞ് ഇൻറ്റിജറിൻ്റെ വാല്യൂ സെറ്റ് ചെയ്ത് വെക്കും. വാല്യൂ 0 ആണെങ്കിൽ, ഇൻറ്റിജറിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അൺലോക്ക്ഡ് ആണ്, ഇൻറ്റിജറിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ലോക്ക്ഡ് ആണ്. അതാണ് ലോക്കിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള വേറൊരു ഓപ്ഷൻ. x86 ആർക്കിടെക്ചറിൽ ലോക്കിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കമ്പയർ ആൻഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെയാണ്. നൗ വി വിൽ സീ ദ കോസസ് ഓഫ് കൺകറൻസി. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു എന്താണ് സിങ്ക്രണൈസേഷൻ എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. And here a process can be preempted at any time and another process can be scheduled onto the processor. A process can be involuntarily preempted in the middle of accessing a critical region. If the new scheduled process then enters the same critical region, a race can occur. Okay. അവിടെയാണ് നമ്മൾ റേസ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. ഒരു പ്രോസസ്സ് പ്രിഎംറ്റീവ് പ്രോസസ്സ് ആണെങ്കിൽ അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിനെ ഇൻ്ററപ്റ്റ് ചെയ്ത് വെക്കാം, എന്നിട്ട് വേറൊരാൾക്ക് അതിനകത്ത് കയറി അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. അപ്പോൾ ഡേറ്റയ്ക്ക് എന്ത് സംഭവിക്കും? ഡേറ്റ മാനിപ്പുലേറ്റഡ് ആയിട്ട് പോകും. അവിടെയാണ് റേസ് കണ്ടീഷൻ ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ the same problem can occur with multiple single threaded process sharing file or within a single program with the signals, because signals can occur asynchronously. ഇതിനെയാണ് ഈ ടൈപ്പ് ഓഫ് കൺകറൻസിനെ പറയുന്നതാണ് സൂഡോ കൺകറൻസി ബിക്കോസ് മൾട്ടിപ്പിൾ സിംഗിൾ ത്രെഡഡ് പ്രോസസ് ഷെയറിംഗ് ഫയൽസ്, where the two things do not actually happen at the same time but interleave with each other. ട്രൂ കൺകറൻസി എന്ന് പറഞ്ഞാൽ ഇൻ്റർലീവ് ചെയ്ത് ആക്സസ് ചെയ്യുന്നതിനെയാണ് സ്യൂഡോ കൺകറൻസി എന്ന് പറയുന്നത്. ട്രൂ കൺകറൻസി എന്ന് പറയുന്നത് ഒരേ സമയത്ത് രണ്ട് പ്രോസസ്സ് ആക്സസ് ചെയ്യുന്നതിനെയാണ്, എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ്. രണ്ട് പ്രോസസ്സ് ഒരേ സമയം എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് ട്രൂ കൺകറൻസി എന്ന് പറയുന്നത്. വാട്ട് ആർ ദ 2 causes ഓഫ് കൺകറൻസി? ഇൻ്ററപ്റ്റ്സ്, soft IRQ and tasklet, kernel preemption, sleeping and synchronization, and symmetrical multiprocessing are the causes of concurrency. അപ്പോൾ നമ്മൾ ഈ കൺകറൻസി എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് കോഡ് ദാറ്റ് ഈസ് സേഫ് ഫ്രം കൺകറൻറ്റ് ആക്സസ് ഫ്രം ആൻ ഇൻ്ററപ്റ്റ് ഹാൻഡ്ലർ ഈസ് സെഡ് ടു ബി ഇൻ്ററപ്റ്റ് സേഫ്. അപ്പോൾ കോഡ് ദാറ്റ് ഈസ് സേഫ് ഫ്രം കൺകറൻസി ഓൺ സിമെട്രിക്കൽ മൾട്ടി പ്രോസസ്സിംഗ് ഈസ് കോൾഡ് SMP safe. Code that is safe from concurrency with kernel preemption is called preempt safe. അങ്ങനെ ഇൻ്ററപ്റ്റിൽ നിന്നും സേഫ് ആയിട്ടുള്ളതിന് ഇൻ്ററപ്റ്റ് സേഫ് എന്നും, സിമെട്രിക്കൽ മൾട്ടി പ്രോസസ്സിങ്ങിൽ നിന്നും സേഫ് ആയിട്ടുള്ളതിന് SMP സേഫ് എന്നും, പ്രിയംഷനിൽ നിന്നും സേഫ് ആയിട്ടുള്ള കൺകറൻസിയിൽ നിന്നും സേഫ് ആയിട്ടുള്ളതിനെ കോഡിനെ നമ്മൾ പ്രിയംപ്റ്റ് സേഫ് കോഡെന്നും പറയുന്നു. ഇനി വി വിൽ സി വാട്ട് ടു പ്രൊട്ടക്റ്റ്. ഏതൊക്കെ ഡേറ്റേനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? ഇങ്ങനെ ക്രിട്ടിക്കൽ റീജിയനിൽ വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഡേറ്റ ഏതൊക്കെയാണ്? ഡേറ്റ ദാറ്റ് ഈസ് ലോക്കൽ ടു വൺ പർട്ടിക്കുലർ ത്രെഡ് ഓഫ് എക്സിക്യൂഷൻ, ഡേറ്റ ദാറ്റ് ഈസ് ആക്സസ്ഡ് ബൈ only സ്പെസിഫിക് ടാസ്ക്, ദെൻ ഗ്ലോബൽ കേർണൽ ഡേറ്റ സ്ട്രക്ചേഴ്സ്. പിന്നെ ഇഫ് അനദർ ത്രെഡ് ഓഫ് എക്സിക്യൂഷൻ ക്യാൻ ആക്സസ് ദ ഡേറ്റ നീഡ്സ് സം സോർട്ട് ഓഫ് ലോക്കിംഗ്. ഒരു പർട്ടിക്കുലർ ത്രെഡ് ഓഫ് എക്സിക്യൂഷന് ലോക്കൽ ത്രെഡിന് പ്രൊട്ടക്ഷൻ വേണ്ട, ഒരു സ്പെസിഫിക് ടാസ്ക് മാത്രം ആക്സസ് ചെയ്യുന്നതിൻ്റെ ഡേറ്റയ്ക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ വേണ്ട. പക്ഷേ ഗ്ലോബലായിട്ടുള്ള ഡേറ്റയ്ക്കും ഒരു ത്രെഡ് വേറൊരു
ഇഫ് അനദർ ത്രെഡ് ക്യാൻ ആക്സസ് ദ ഡേറ്റ, ഒരു ത്രെഡ് മാത്രമല്ലാതെ രണ്ട് ത്രെഡുകൾ ഒരേ ഡേറ്റേനെ ആക്സസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ലോക്കലായിട്ടുള്ള ത്രെഡിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട. ഒരു ടാസ്കിൽ ഒരു സമയത്ത് ഒരു ത്രെഡ് മാത്രം അതിനെ ആക്സസ് ചെയ്യുന്നെങ്കിൽ അതിനെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട. പക്ഷേ ഗ്ലോബൽ ഡേറ്റ സ്ട്രക്ചറിനെയും ഒരു രണ്ട് ത്രെഡ് ഒരു ഡേറ്റേനെ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡേറ്റേനെ നമ്മൾ ആക്സസ് ചെയ്യണം, എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. യു ഹാവ് ടു ഓൾവേസ് ലോക്ക് ദ ഡേറ്റ. കോഡല്ല നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, ഡേറ്റേനെയാണ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. Now we'll see, whenever you write the kernel code, you should ask yourself these questions. Data global, data shared between process context and interrupt context, process preemptive ആണോ, can the current process sleep on anything, what prevents the data from being freed out, what happens if this function is called again, given the preceding points, how am I going to ensure that my code is safe from concurrency. ഇങ്ങനെ kernel code എഴുതുമ്പോൾ you should be aware of all these cases and then only you can make sure that the concurrency does not occur. Now we will move on to the deadlock. Deadlock എന്താണെന്ന് നമുക്കറിയാം. One or more thread and one or more resources such that the thread waits for the resources. Self deadlock is the simplest example. That is, there are two threads are there, two resources are there. One thread is waiting for A and B are the two process waiting for the two resources. A is holding the resource 1, B is holding the resource 2, but B wants to release the second resource only if A releases the first resource, and B will A is actually waiting for the B to release the resource, then it will release that resource. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സാധനങ്ങൾ വിട്ട് തരുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ഈസ് കോസിങ് എ deadlock. Then consider n thread and n locks. If each thread hold a lock that the other thread want, all thread block while waiting for the respective locks to become available. ഇതിനെ പറയുന്ന പേരാണ് ഡെഡ്ലി എംബ്രേസ് എന്ന് പറയുന്നത്. ABBA ഡെഡ്ലോക്ക് എന്ന് പറയാം. ഡെഡ്ലി എംബ്രേസ് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഹൗ ക്യാൻ വി പ്രിവെൻറ്റ് ദ ഡെഡ്ലോക്ക്? ലോക്ക് ഓർഡറിങ്, സ്റ്റാർവേഷൻ പ്രിവെൻറ്റ് ചെയ്യുക, ഡു നോട്ട് ഡബിൾ അക്വയർ ദ സെയിം ലോക്ക് ആൻഡ് ഡിസൈൻ ഫോർ സിംപ്ലിസിറ്റി. ലോക്ക് ഓർഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെസ്റ്റഡ് ലോക്കിലാണെങ്കിൽ 1 2 3 4 എന്ന് പറയുന്ന ഓർഡറിൽ ലോക്കിനെ നമ്മൾ ഓർഡർ ചെയ്താൽ യു ഷുഡ് ഓൾവേസ് ഫോളോ ദിസ് ഓർഡർ. ആദ്യം ഇപ്പം നമ്മുടെ കയ്യിൽ 3 ആനിമൽസ് ഉണ്ട്, ലോക്ക് ക്യാറ്റ്, ലോക്ക് ഡോഗ്, ലോക്ക് ഫോക്സ്. അപ്പോൾ ഈ ഓർഡർ ഫോളോ ചെയ്താൽ എല്ലാവരും ആ ഓർഡർ തന്നെ ഫോളോ ചെയ്ത് അതിനെ ലോക്ക് ചെയ്യുക. അപ്പം നമുക്കൊരു സിങ്ക്രണൈസ്ഡ് രീതിയിൽ കൊണ്ടുപോയാൽ അതിനെ ലോക്ക് ഓർഡർ ചെയ്ത് കൊണ്ടുപോകാം. നമുക്ക് ഡെഡ് ലോക്ക് അവോയ്ഡ് ചെയ്യാം. സ്റ്റാർവേഷൻ, വെയിറ്റ് ചെയ്യുക, ഒന്നിനു വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്യുക. അത് വെയിറ്റിംഗ് ടൈം കൂടുന്തോറും അതിന് വെയിറ്റ് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സമയം വെറുതെ കളയും. ഇറ്റ് ഈസ് ഓൾവേസ് ഗിവിങ് യു ദ സ്റ്റാർവേഷൻ. ദെൻ ഒരു ലോക്കിനകത്ത് നിൽക്കുമ്പോൾ തന്നെ അത് വീണ്ടും അതിനെ തന്നെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഡബിൾ ലോക്ക് എന്ന് പറയുന്നത്. ദെൻ സിംപ്ലിസിറ്റി ഡിസൈൻ. ദീസ് ആർ ദ കേസസ് വെയർ യു ക്യാൻ പ്രിവെൻറ്റ് ദ ഡെഡ് ലോക്ക് സിനാരിയോ. Then whenever the locks are nested within another locks, a specific ordering must be avoided. then റിലീസ് ലോക്ക് ചെയ്യുമ്പോഴും ഏത് ഓർഡറിലാണോ അതിനെ ലോക്ക് ചെയ്തുകൊണ്ട് വന്നത് റിവേഴ്സ് ഓർഡറിൽ അതിനെ അൺലോക്ക് ചെയ്യുക. നെക്സ്റ്റ് ഈസ് കണ്ടൻഷൻ ആൻഡ് സ്കെയിലബിലിറ്റി. ലോക്ക് കണ്ടൻഷൻ or simply contention, a lock that is highly contented often has threads waiting to acquire it. High contention can occur because a lock is frequently obtained, held for a long time after it is obtained. അതിനാണ് ഹൈ കണ്ടൻഷൻ എന്ന് പറയുന്നത്. അതേ ലോക്ക് ദാറ്റ് ഈസ് ഹൈലി കണ്ടൻറ്റഡ് ഓഫൺ ഹാസ് ത്രെഡ്സ് വെയിറ്റിംഗ് ടു അക്വയർ ഇറ്റ്. അതിനാണ് കണ്ടൻഷൻ എന്ന് പറയുന്നത്. കുറേ നേരം ത്രെഡ് വെയിറ്റ് ചെയ്യുന്ന ഉണ്ടെങ്കിൽ അത് കണ്ടൻഷൻ സ്റ്റേറ്റിലേക്ക് പോകും. സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് യു ക്യാൻ ഇംപ്രൊവൈസ് യുവർ മെഷീൻ ഓർ ഹൗ ക്യാൻ എക്സ്പാൻഡ് ദ സിസ്റ്റം ആണ് സ്കെയിലബിലിറ്റി. നമുക്ക് ലോക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വെരി ഫൈൻ ഗ്രെയിൻഡ് ലോക്ക്, ഫെയർലി കോഴ്സ് ലോക്ക് ആൻഡ് ഫൈനർ ഗ്രൈൻഡ് ലോക്കിംഗ്. കോഴ്സ് ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സിസ്റ്റത്തിന് ഒരു ലോക്ക് മാത്രം. ഫൈൻ ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ പാർട്ട്ലി ഡിവൈഡ് ചെയ്തിട്ട് ലോക്ക് പ്രൊവൈഡ് ചെയ്യുക. ഫൈനർ ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും കൂടിയും സിമ്പിളായിട്ട് മെഷീൻസിനെ ഡിവൈഡ് ചെയ്തിട്ട് ലോക്ക് പ്രൊവൈഡ് ചെയ്യുക. ഫൈൻ ഗ്രൈൻഡ് ലോക്കിംഗ് മസ്റ്റ് എൻഷുർ എക്സലൻറ്റ് സ്കെയിലബിലിറ്റി. വലിയ കോഴ്സ് ഗ്രൈൻഡിനെ കാട്ടിയും താഴോട്ട് പോകുമ്പോൾ കോംപ്ലക്സിറ്റി കൂടും. പക്ഷേ വെൻ യു ആർ
when you are implementing a fine grained locking, you should scalable ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ഫൈൻ ഗ്രൈൻഡ് ലോക്കിംഗ് ചെയ്യാൻ. ഡിസൈനിങ് യുവർ ലോക്കിംഗ് ഫ്രം ദ ബിഗിനിങ് is very important. Locking that is too coarse result in poor scalability. Locking that is too fine will result in wasteful overhead. Okay, thank you.